VD എന്നൊരു വാക്കിന് ഒരു വെർസറ്റൈൽ ഡിസ്റപ്റ്റർ എന്ന് പറയാം അല്ലേ? കാരണം ഇത്രയും നാളും കണ്ടുവന്ന പരമ്പരാഗതമായ രാഷ്ട്രീയ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഒത്തിരി ഡിസ്റപ്ഷൻസ് ഈ പറഞ്ഞ പല കാര്യങ്ങളിലും സതീശേട്ടൻ കൊണ്ടുവന്നു. ഈ കോൺഫിഡൻസിൻ്റെ സോഴ്സ് എന്താ? കോൺഫിഡൻസിൻ്റെ അടിത്തറ വായനയാണ് ആദ്യത്തെ. അത് ഞാൻ ധൈര്യമായിട്ട് പറയും. വായന നൽകുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. പുതിയ കാര്യങ്ങൾ ഇൻ സെർച്ച് ഓഫ് നോളജ്, അറിവ് തേടിയുള്ള നമ്മുടെ നിരന്തരമായ അന്വേഷണമാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ആ അറിവ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന കോൺഫിഡൻസ് ഉണ്ട്, ഓരോ പുതിയ അറിവ്. പിന്നെ പണ്ട് ഞാൻ എപ്പോഴും പറയും, പണ്ട് രാവിലെ ഒരു ഇരുമ്പൊലൊക്കെയായിട്ട് ഇറങ്ങിയിരുന്ന ഒരാളാണ്. എന്താ കാര്യം എന്നറിയാം, എൻ്റെ അഭിപ്രായം മാറില്ല. ഇപ്പോൾ ഞാൻ വന്ന ഒരു 5 പേരായിട്ട് സംസാരിക്കും, ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എൻ്റെ ഇരുമ്പൊലൊക്കെ എടുത്ത് തോട്ടിലെറിയും. കാരണം അത് കൊള്ളില്ല. വേറെ 4 പേരായിട്ട് സംസാരിക്കുമ്പോഴാണ് അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും അറിഞ്ഞ് നമ്മൾ അതാണ് ടീം. നമ്മൾ നല്ല ടീം ബിൽഡ് ചെയ്യുക. ശരിക്കും ബിസിനസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഗവേണൻസ് എന്ന് പറയുന്നത്. കറക്റ്റ്. പോളിറ്റിക്സും അതാണ്. നല്ല ടീം ബിൽഡ് ചെയ്യുക, നല്ല വിഷൻ ഉണ്ടാവുക, നല്ല പ്ലാനിങ് ഉണ്ടാവുക, അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അത് തന്നെ ബിസിനസ് ചെയ്യുന്ന പോലെ തന്നെ, അതുപോലെ തന്നെയാണ് അതിൻ്റെ നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലേ, എല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് ഉണ്ടാവുക. അപ്പം നമ്മൾ അറിവുള്ള ആളുകളോട് നമ്മൾ നിരന്തരമായി സംസാരിക്കുകയും, ഇപ്പോൾ വായിച്ച് കിട്ടുന്ന അറിവ് നമ്മൾ വേറെ ആളുകളായിട്ട് ഷെയർ ചെയ്യുകയും അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ചരിത്രത്തിലേക്കുള്ള അന്വേഷണം. ഇപ്പോൾ ഫ്യൂച്ചറാണ് സംഭവം. ഇപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ചാണ് ഒരുപാട് ബുക്സ് ഇറങ്ങുന്നത്. കംപ്ലീറ്റ് ഭയങ്കരമായ ബുക്സ് ഇറങ്ങുക. അടുത്ത നൂറ്റാണ്ടിലെ ഹെൽത്ത് എന്തായിരിക്കും, അടുത്ത നൂറ്റാണ്ടിലെ മെഡിസിൻ എന്തായിരിക്കും, എന്തൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഈ കേഴ്സ്വെല്ലിൻ്റെ ബുക്കിൽ തന്നെ പറയുന്നത് AI എന്ന് പറയുന്നത് ഈ ഡെക്കേഡിൻ്റെ അവസാനമാകുമ്പോഴേക്കും ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ ഒപ്പം, പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അത് സൂപ്പർ ഇൻ്റലിജൻ്റ് ആവും. അതായത് ഹ്യൂമൻ ഇൻ്റലിജൻസിനെ ബൈപ്പാസ് ചെയ്യും. ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് ഒരു ഹ്യൂമൻ ക്രിയേഷൻ, നമ്മുടെ ഒരു ക്രിയേഷൻ നമ്മളെ ബൈപ്പാസ് ചെയ്ത് നമ്മളെക്കാൾ സൂപ്പർ ഇൻ്റലിജൻ്റ് ആവുന്ന സാധനം. ഇതൊക്കെ ഞാൻ നേരത്തെ ട്രംപിന് ഒരു പ്രാവശ്യം പറഞ്ഞു, വീണ്ടും പറയാൻ എനിക്കൊരു വിഷമം. അതുപോലത്തേക്ക് ആളുകളുടെ കൈ കിട്ടി. അത് പറയണമെന്താ അറിയാം, ഇവിടെ ഒരു വിവാദം ഉണ്ടാകാതിരിക്കാൻ ഞാൻ അമേരിക്കയിലൊക്കെ പറയണം. ഞാൻ ഉദ്ദേശിച്ച ആരെയൊക്കെയും നിങ്ങൾക്ക് മനസ്സിലായല്ല. ഇവരുടെയൊക്കെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഏകാധിപതികളായ ഭരണാധികാരികളുടെ കൈകളിലേക്ക് ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരിതെങ്ങനെ മിസ്യൂസ് ചെയ്യും എന്നൊക്കെയുള്ള ഭയം എന്നെ ഭരിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. എങ്ങനെ വേണമെങ്കിലും ഈ ശാസ്ത്രത്തിൻ്റെ അറിവ്, പുതിയ അറിവൊക്കെ ഇവർ മിസ്യൂസ് ചെയ്യാം. മാനവരാശിയുടെ ഉന്നമനത്തിന് വേണ്ടിയും അവരുടെ ക്ഷേമത്തിന് വേണ്ടിയും അത് പ്രയോജനപ്പെടുത്താം എന്നതുപോലെ ഒരു അപകടം അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ അതിൽ ഹരാരയുടെ ബുക്കിലൊറ്റയാണെന്ന് തോന്നും, നെക്സസിലൊറ്റ പറയുന്നത്. ഞങ്ങൾ ഇന്നലെ ഒരു സെഷൻ നെക്സസ് ടു ആക്സസ് ഒരു കടാര ഇങ്ങനെ, അതിലാണ് വേറെ ഒരു കടാര, ഭയങ്കര കുഴപ്പക്കാരനല്ല, എത്ര പേരെ കുത്തിക്കൊല്ലാം ഈ ടേബിളിൽ വെച്ചു. അവിടെ ഇരിക്കും പാവത്തിനെ പോലെ. ഒരുത്തനെടുത്ത് പിടിച്ചാലല്ലേ വല്ലവരെ കുത്താൻ പറ്റുള്ളൂ, ഒറ്റയ്ക്ക് കുത്തുമോ? ഇനി ഫുൾ ലോഡഡ് റിവോൾവർ ഇത് ഇവിടെ ഇരിക്കുകയാണ്. എത്ര പേരെ വെടിവെച്ചു കൊല്ലാം? ഒറ്റയ്ക്ക് പുള്ളിക്കാരനെ എഴുന്നേറ്റിരുന്ന് എല്ലാവരും വെടിവെച്ചു കൊല്ലോ? ഇല്ല. ഇനി അതിനേക്കാൾ കുഴപ്പം പിടിച്ച സാധനമാണ് ബോംബ്. ഒരു പ്ലെയിനിൽ ഒറ്റയ്ക്ക് ഒരു ബോംബ് കയറിപ്പോയി ഗാസയിലും ഉക്രൈനിലും പോയി ബോംബ് ചെയ്യോ? പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതല്ല. അതാണ് ഫസ്റ്റ് ടൈം നമ്മളെ ഇൻ്റലിജൻസിനെ ബൈപ്പാസ് ചെയ്യുന്ന സാധനം. ആ ഒരു കാലത്തേക്കൊക്കെ ഉള്ള ഒരുക്കമാണ് നമ്മൾ വേണ്ടത്. ഒരുക്കം, എല്ലാം മെൻ്റൽ പ്രിപ്പറേഷൻ. ആ ഒരു കാലത്തെ അറിവിൻ്റെ അല്ലേ, നോളജ്, കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു കാലത്തേക്കുള്ള പോക്കാണ്. അതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷനും അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുമാണ് നമ്മൾ ഒരുക്കേണ്ടത്. അതിന് കേരളത്തിന് പറ്റുമെന്നാണ് എൻ്റെ ആത്മവിശ്വാസം. പിന്നെ മറ്റ് ചില കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ വന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാം ഒരുമിച്ച് നേരിടുക, എല്ലാത്തിനെയും നമ്മളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളെ പരാജയപ്പെടുത്തുക. അത് വലിയ സർവനാശത്തിലേക്ക് നയിക്കും. കേരളത്തിനൊരു സെക്യുലർ പൊസിഷനിങ് ഉണ്ട്. കേരളത്തിൽ ഒരു സെക്യുലർ പൊസിഷൻ. ഞാൻ കഴിഞ്ഞ ദിവസം വളരെ അറിയാതെ ഇമോഷണലായിട്ട് പറഞ്ഞു പോയതാണ്. ഞാൻ പറഞ്ഞു, പിണറായി വിജയനും VD സതീശനും ഒക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഉണ്ടാവില്ല. ഞങ്ങളൊക്കെ ഇപ്പോൾ ഈ ബഹളം ഉണ്ടാക്കുന്നില്ല, കുറച്ച് നാൾ കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ഓർമ്മ പോലും ഉണ്ടാവില്ല ചിലപ്പോൾ ആളുകൾക്ക്. ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും, പക്ഷെ കേരളം ഉണ്ടാവും. കേരളം ഉണ്ടാകണം. നമ്മുടെ മക്കളും നിങ്ങളും നിങ്ങളുടെ മക്കളും ഒക്കെ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിൽ മലയാളി
അവൻ്റെ പ്രത്യേകതയായി ഒരുമിച്ച് ഏത് പാവപ്പെട്ടവൻ്റെ കോളനിയിലും പണക്കാരൻ്റെ കോളനിയിലും ചെന്നാലും എല്ലാ കമ്മ്യൂണിറ്റിയും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. അത് 50 കൊല്ലം കഴിഞ്ഞാലും 100 കൊല്ലം കഴിഞ്ഞാലും അങ്ങനെ ആവണം. അത് അങ്ങനെ അല്ലാതാക്കാൻ ശ്രമിച്ചാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് നഷ്ടപ്പെട്ടാലും ഞാൻ അതിനെ ചോദ്യം ചെയ്തിരിക്കും. ഒരു വിട്ടുവീഴ്ചയില്ലാതെ, വെള്ളം ചേർക്കാതെ. ആ പൊസിഷനിങ് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ആ സെക്യുലർ പൊസിഷനിങ്ങിന് ഒരു മാറ്റം വരുത്തില്ല. ഞാൻ നഷ്ടപ്പെടാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. അതിനുവേണ്ടി എന്ത് നഷ്ടപ്പെടുത്താൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. ഒരു കോംപ്രമൈസും ഇല്ല. അത് നിങ്ങൾ അങ്ങനെ ആകണം. മറ്റതൊക്കെ വെറുതെയാണ്, നമ്മളെ ഇല്ലാതാക്കും നമ്മളെ. അതാണ് എനിക്ക് നിങ്ങളോട് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പുറം തരാനുള്ള ഒരു മെസ്സേജ്.